എടി നിനക്കൊന്ന് കുളിച്ച് കഴിക്കായിരുന്നില്ലേ? കുളിച്ച് കഴിച്ചപ്പോല്ലേ 4 ചപ്പാത്തി കൂടെ അധികം നിന്നു. എത്ര ചപ്പാത്തി 12. നിനക്കെന്താ വിചാരിച്ച പോലുള്ള പോളിംഗ് കാണാനല്ലോ. ഞാൻ ആ മുട്ട ഇന്നുകൊണ്ട് വലിയ ഇഷ്ടമില്ല. അമ്മയുടെ ചേട്ടൻ്റെ മുട്ട. അമ്മ അമ്മ മുട്ട. അയ്യോ അവരാരും എന്താ മുട്ട എടുത്ത് കഴിച്ച് ഇവിടെ അമ്പടി കള്ളി എവിടെ ആള് മോശമല്ലല്ലേ. ചുമ്മാതെങ്കിലും അവിടെ ചെന്ന് നടന്ന് ഞാൻ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അമ്മേ അത് ഞാനില്ലേ വൈകുന്നേരം അതുവഴി മറന്നു പോയപ്പോഴേ അമ്മ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ട്. അപ്പൊ ഞാൻ അതെടുത്ത് തിന്നുകയും ചെയ്ത് 4 ഗ്ലാസ് വെള്ളവും കുടിച്ച്. അത് ഞാൻ അപ്പൊ നോമ്പാണ് മറന്നു പോയതുകൊണ്ടാ. പിന്നെ തൊട്ട് ഞാൻ നോമ്പാ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. അത് നല്ല നോമ്പാണ് കേട്ടോ, നല്ല നോമ്പാ. ഇനിയിപ്പോഴത്തെ തന്നെ അമ്മ അമ്മ നാത്തൂനോടൊന്നും പറയരുത്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ വാരി തിന്നില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ട് നീ കഴിക്കുക. ഇനി ഇത് ഓരോടെങ്കിലും പറഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടൂല ചേട്ടാ. ഇനിയിപ്പോ നീ ആരോടും പറയാനൊന്നും പോണ്ട കേട്ടാ. ചീത്തയും വിളിച്ച്. അതെ അതെ. അല്ല അവനെ ചീത്ത വിളിച്ചാ പോരാ, അവന് 4 പറയാറുണ്ട് എനിക്ക്. അതെന്തിന്? അമ്മ ഞങ്ങൾ അവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ഇവൻ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും ആപ്പിൾ തിന്നോണ്ടിരിക്കുക. എടാ നോമ്പ് പിടിച്ചാൽ നോമ്പ് തന്നെ ആയിരിക്കണം. ആരെന്ത് കാണിച്ചാലും അങ്ങോട്ട് കൊതി നോക്കാൻ പാടില്ല. അറിയാമോ നിനക്ക്? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഇതൊക്കെ കേട്ടെ, ഈ നോമ്പ് തുറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ കാര്യങ്ങളോട് പോയിട്ട് 4 വർത്താനം പറയും ഉറപ്പത്. എന്നൊക്കെ എന്തെന്ന് പറഞ്ഞു കൊടുക്കും. നോമ്പും പിടിച്ചിട്ട് വല്ലവരെയും എടാ നോമ്പ് പിടിച്ചാൽ ആരെയും ഒന്നും പറയാൻ പാടില്ല. മര്യാദ ഇരിക്കണം. അളിയാ ഓ ഒന്ന് വന്നേ. എന്നെ നോമ്പെല്ലാം കഴിഞ്ഞോ? ആ നോമ്പൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ സമാധാനം. അല്ലെങ്കിൽ ചിലപ്പോ നീ എന്നെ പിടിച്ച് തിന്നാലോ വിശന്നിട്ട്. നീ എവിടെ പോയത്? ഞാൻ ഇച്ചിരി പഴം മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. ഇതെന്ത് പഴമാണോ? ഓ ആ ഒരു 4 കഥാ ഞാൻ തിന്നട്ടെ. ആ പഴം 3 പേരുള്ളത്. 4 എന്ന് പറഞ്ഞാൽ 3 ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. താന്ന് ചുമ്മാ കളിയാ കളിക്കല്ലേ ഇത് എനിക്ക് തക്കളി നോക്കും. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ തലക്കകത്ത് എന്താണ്? കുതിരച്ചാണകോ? എടാ ഇത്ര നാളും പ്രായമായില്ലേ, നീ എന്തിനാണ് ഞങ്ങളവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ആപ്പിൾ കൊണ്ടുവന്ന് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്നിരുന്നത്? ഓ അതാണോ? ആപ്പിൾ ഞാൻ കൊണ്ടുവന്ന് നിനക്ക് നോമ്പാണെങ്കിൽ നീ കഴിക്കരുത്, നീ വേണ്ടാന്ന് പറഞ്ഞു ഞാനത് കഴിച്ചു. അതിന് നിനക്കെന്താ ബുദ്ധിമുട്ടില്ല? ഞാൻ ചോദിക്കണതല്ല, നീ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത് അത് പറ. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. അമ്മയ്ക്ക് കൊടുത്താ? അമ്മ കുളിച്ചോണ്ടിരുന്ന അമ്മയ്ക്ക് ഇതിനുള്ള ബാക്കിയില്ല, അതെന്റെ കുറ്റമല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ ഞാൻ വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടോ. ഈ കൈ കൊണ്ട് സംസാരിക്കില്ല. കൈ കൊണ്ട് സംസാരിക്കില്ല നിന്നോട്. പിന്നെ നീ എന്നെ വിളിച്ചു വരുത്തി ഇത് സംസാരിക്കാനാണ്? അതിനെ സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ നീ ചെയ്ത പോക്കൃത്തരാണെന്ന് പറയാൻ വേണ്ടിട്ട്. അത് പോക്കൃത്തരാണോ? അല്ലേ എന്നെ സംബന്ധിച്ചതല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ റോഡിൽ അവിടെ മുക്കിന് കടകളിൽ വാടകയും വാഴയ്ക്കപ്പോ അത് ഇതൊക്കെ പൊരിച്ചു വെച്ചേക്കല്ലോ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നീ എന്ത് അവരടുത്ത് പറയാ? നീ വെറുതെ മുഖ്യങ്ങൾ പറയാൻ നിൽക്കല്ലേ. നീ ചെയ്ത് വൃത്തിയാടാണ്, ചെയ്യാൻ പാടില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പാടില്ല, ഞാൻ സമ്മതിച്ചതിനെ കുഴപ്പം. നോമ്പ് എടുക്കാനുള്ള ശേഷി നോമ്പ് എടുക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് നോമ്പ് എടുത്തത്. കണ്ണിന് മുമ്പ് ആഹാരം പലതും കാണുന്നത്, അതൊക്കെ വേണ്ടെന്ന് വെക്കലാണ് നോമ്പ്. അത് ബാക്കിയുള്ള അതന്നെയാണ് പറഞ്ഞത്. എനിക്കത് അറിയാം, അത് ചെയ്യാൻ അറിയാന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കൂലേ? ഞാനത് കൊണ്ടുവന്ന് നീ തെറ്റാണ് പറ്റാത്ത പണിക്ക് സംസാരിക്കാൻ കുറെ നേരമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താന്നാലും ഇവിടെ അമ്മ ഞങ്ങൾ ഇവിടെ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആപ്പിൾ തിന്നാ ഇവൻ തമ്മടുത്തല്ലേ? ഓ എന്റെ അമ്മയ്ക്ക് തരാൻ വേണ്ടി ഞാൻ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നു. അപ്പൊ അമ്മ കുളിക്കാൻ പോയിരുന്നേ. ഇവരിവിടെ ഇരുന്നപ്പോ ഇവരോട് ഓരോ കഷ്ണം വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഇവർക്ക് നോമ്പാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അത് തെറ്റാ? എന്നിട്ട് നീ അമ്മയ്ക്ക് കൊടുത്താ? നിർത്ത്. ഇവിടെ നോമ്പുകാലമായാലും മണ്ഡലകാലമായാലും മനുഷ്യർ പാലിക്കേണ്ട ചില സദ്ഗുണങ്ങളുണ്ട്, അറിയാമോ? അത് ഈ നോമ്പുകാലവും മണ്ഡലകാലവും കഴിഞ്ഞ് വലിച്ചെറിയാനുള്ളതല്ല, ജീവിതകാലം മുഴുവനും പാലിക്കാനുള്ളതാ. എന്നാലേ ഈശ്വരാധീനം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ. Versus Alien.